2003 ജൂൺ 6. അന്ന് വൈകുന്നേരം കാലിഫോർണിയയിലെ സാൻ ഹോസെ സിറ്റിയിലുള്ള ഒരു വീട്ടിൽ അതിക്രമിച്ചു കയറിയ ഒരാൾ 9 വയസ്സുള്ള ജീനറ്റ് ടമായോ എന്ന പെൺകുട്ടിയെ അതിക്രൂരമായി പീഡിപ്പിക്കുകയും ആ വീട്ടിൽ നിന്നും അവളെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്തു. കിഡ്നാപ്പറിന്റെ തടവിലായ ആ പെൺകുട്ടിക്ക് താൻ ഏതാനും ദിവസങ്ങൾക്കകം കൊല ചെയ്യപ്പെടുമെന്ന് അറിയാമായിരുന്നു. ക്രൂര പീഡനങ്ങളേറ്റ് തടവിൽ കഴിയുമ്പോഴും വെറും 4ാം ക്ലാസ്സുകാരിയായ ആ പെൺകുട്ടി കാണിച്ച ചങ്കുറപ്പ് പറഞ്ഞറിയിക്കാവുന്നതിലും അപ്പുറമാണ്. ത്രില്ലർ സിനിമകളെ വെല്ലുന്ന ഈ കേസിൽ അവസാനം കിഡ്നാപ്പർ പിടിക്കപ്പെട്ടത് മരണത്തിന് മുന്നിൽ നിൽക്കുമ്പോഴും ആ പെൺകുട്ടി കാണിച്ച ധൈര്യം ഒന്നുകൊണ്ട് മാത്രമാണ്. 2003 ജൂൺ 6 കടത്തപ്പെട്ട ജീനറ്റ് ടമായോ എന്ന പെൺകുട്ടിക്ക് എന്താണ് സംഭവിച്ചത്? നമ്മുടെ ഇൻവെസ്റ്റിഗേഷൻ ഇവിടെ ആരംഭിക്കുന്നു. വെൽക്കം ബാക്ക്. ജൂൺ 6 സാൻ ഹോസെ, കാലിഫോർണിയ. അന്ന് വൈകുന്നേരം 4 മണിയായി കാണും. ജീനറ്റ് ടമായോ സ്കൂളിൽ നിന്നും അവളുടെ വീട്ടിലെത്തി. വീടിനടുത്ത് തന്നെയുള്ള ബ്ലോസം വാലി സ്കൂളിൽ 4th ഗ്രേഡ് സ്റ്റുഡന്റ് ആയിരുന്നു ജീനറ്റ്. എന്നും വൈകുന്നേരം ആദ്യം വീട്ടിലെത്തുന്നത് ജീനറ്റ് ആയിരുന്നു. അതിനുശേഷം സഹോദരനായ 15 വയസ്സുള്ള പോൾ ക്ലാസ് കഴിഞ്ഞെത്തും. അവസാനമാണ് ജോലി കഴിഞ്ഞ് ഇരുവരുടെയും അമ്മയായ റോസലിയ എത്താറുള്ളത്. എല്ലാവരുടെയും കയ്യിൽ വീടിന്റെ സ്പെയർ കീ ഉണ്ട്. എന്നാൽ അന്ന് ജീനറ്റ് വീട്ടിലെത്തിയപ്പോൾ വീടിന്റെ ഫ്രണ്ട് ഡോർ തുറന്നു കിടക്കുന്നു. സഹോദരൻ പോൾ നേരത്തെ എത്തിക്കാണുമെന്ന് ചിന്തിച്ചാണ് ജീനറ്റ് വീടിനകത്തേക്ക് കയറിയത്. എന്നാൽ വീട്ടിൽ ആരെയും കാണുന്നില്ല. ബെഡ്റൂമിലെത്തിയ ജീനറ്റ് നടുക്കുന്നൊരു കാഴ്ചയാണ് കണ്ടത്. അവളുടെ റൂമിലെ ജനാലയുടെ ചില്ലുകൾ മുഴുവൻ ആരോ തകർത്തിരിക്കുന്നു. ഒരാൾക്ക് ആ ജനാലയിലൂടെ വീടിനകത്തേക്ക് കയറാൻ കഴിയുന്നത്ര വലുപ്പത്തിൽ ചില്ലുകൾ പൊട്ടിയിട്ടുണ്ട്. ഇതോടെ വീടിനകത്തേക്ക് ആരോ അതിക്രമിച്ചു കയറിയിട്ടുണ്ട് എന്ന് അവൾക്ക് സംശയമായി. ജീനറ്റ് വേഗത്തിൽ അമ്മയെ വിളിച്ച് കാര്യം പറയാനായി ലാൻഡ് ഫോണിനടുത്തേക്ക് ഓടി. അപ്പോഴാണ് ലാൻഡ് ഫോണിന്റെ കേബിളും ആരോ കട്ട് ചെയ്തിരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചത്. പതിയെ അവൾ ആ വീടിനകത്ത് മുഴുവൻ പരിശോധിച്ചെങ്കിലും അകത്ത് ആരുമുള്ളതിന്റെ ലക്ഷണങ്ങൾ കാണുന്നില്ല. എന്നാൽ പെട്ടെന്നായിരുന്നു വീടിന്റെ ഫ്രണ്ട് ഡോറിന് മുന്നിലായി അജ്ഞാതനായ ഒരാൾ പ്രത്യക്ഷപ്പെട്ടത്. ഭയപ്പെടുത്തുന്ന രീതിയിൽ ചിരിച്ചുകൊണ്ട് നിന്ന അയാൾ ജീനറ്റിനോട് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചു. വീട്ടിൽ നീ തനിച്ചേയുള്ളോ? അമ്മ എപ്പോൾ വരും തുടങ്ങിയ കാര്യങ്ങളാണ് അയാൾ ചോദിച്ചത്. എന്നാൽ പേടിച്ചു വിറച്ചു നിന്ന ജീനറ്റിന് പെട്ടെന്നൊരു മറുപടിയൊന്നും പറയാൻ കഴിഞ്ഞില്ല. മുൻവാതിലിലൂടെ ഓടി പുറത്തു കടക്കാൻ അവളൊരു വിഫല ശ്രമം നടത്തി. ജീനറ്റിനെ പിടികൂടിയ അജ്ഞാതൻ അവളെ പോളിന്റെ റൂമിലേക്ക് വലിച്ചിഴച്ചു കൊണ്ടുപോവുകയും അതിക്രൂരമായ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയും ചെയ്തു. രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞ് അവൾ ഉറക്കെ നിലവിളിച്ച് കരഞ്ഞെങ്കിലും ആ പാവം പെൺകുട്ടിയുടെ ശബ്ദം കേൾക്കാനായി അടുത്തെങ്ങും ആരുമുണ്ടായിരുന്നില്ല. പീഡനത്തിന് ശേഷം ജീനറ്റിന്റെ കൈകാലുകൾ കയർ കൊണ്ട് കെട്ടിയ കിഡ്നാപ്പർ അവളെ തൂക്കിയെടുത്തുകൊണ്ടുപോയി ഗ്യാരേജിൽ നിർത്തിയിട്ടിരുന്ന അയാളുടെ കാറിന്റെ ബാക്ക് സീറ്റിൽ കിടത്തി ഡോർ അടച്ചു. അതിനുശേഷം അയാൾ ആ കാറിനകത്ത് കയറി എഞ്ചിൻ സ്റ്റാർട്ടാക്കി. എന്നാൽ അയാൾക്ക് വാഹനം മുന്നോട്ടെടുക്കാൻ കഴിഞ്ഞില്ല. അതിനു മുന്നായി തന്നെ കിഡ്നാപ്പറിന്റെ കാറിന് മുന്നിലായി മറ്റൊരു കാർ വന്നു നിന്നു. ആ വാഹനം മാറ്റാതെ ഇനി കിഡ്നാപ്പറിന് കാർ മുന്നോട്ടെടുക്കാൻ കഴിയില്ല. ജീനറ്റിന്റെ അമ്മ റോസലിയയും സഹോദരൻ പോളുമായിരുന്നു ആ കാറിലുണ്ടായിരുന്നത്. സിറ്റുവേഷൻ അത്ര പന്തിയല്ല എന്ന് മനസ്സിലാക്കി തന്നെയാണ് അവർ ആ വാഹനം കിഡ്നാപ്പറിന്റെ കാറിന് മുന്നിൽ കൊണ്ട് നിർത്തിയത്. കയ്യിലൊരു സ്ക്രൂ ഡ്രൈവറുമായി കാറിൽ നിന്നും പുറത്തിറങ്ങിയപ്പോൾ രണ്ടും കൽപ്പിച്ച് കിഡ്നാപ്പറിന് നേർക്ക് കുതിച്ചു. എന്നാൽ 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ പയ്യനെ കിഡ്നാപ്പർ എളുപ്പത്തിൽ കീഴ്പ്പെടുത്തി. സ്ക്രൂ ഡ്രൈവർ തട്ടിമാറ്റിയ അയാൾ പോളിന്റെ മുഖത്ത് നിരവധി തവണ ഇടിച്ചു. അതിനുശേഷം പോളിനെ വീടിനകത്തേക്ക് വലിച്ചഴിച്ചു കൊണ്ടുപോയി. പെട്ടെന്ന് തന്നെ അയാളുടെ പുറകെ ചെന്ന റോസലിയ ഒരു വിധത്തിൽ അയാളുടെ പിടിയിൽ നിന്നും പോളിനെ രക്ഷിച്ചു. എന്നാൽ വീടിന്റെ മുൻവാതിൽ അകത്തുനിന്നും കുറ്റിയിട്ട കിഡ്നാപ്പർ ആ വീടിനകത്ത് വെച്ച് പോളിനെയും റോസലിയെയും അതിക്രൂരമായി മർദ്ദിക്കാൻ തുടങ്ങി. പുറത്തുള്ള കാറിൽ കിടന്ന് അമ്മയുടെയും സഹോദരന്റെയും നിലവിളി കേൾക്കുന്നുണ്ടെങ്കിലും കൈകാലുകൾ കെട്ടിയിട്ട ജീനറ്റിന് നിലവിളിക്കുകയല്ലാതെ കൂടുതലായൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പതിയെ അമ്മയുടെയും സഹോദരന്റെയും ശബ്ദം കുറഞ്ഞു വരുന്നതും ഒരു ഘട്ടത്തിൽ പൂർണ്ണമായും നിലച്ചതും ജീനറ്റ് ശ്രദ്ധിച്ചു. അവർക്കെന്തോ സംഭവിച്ചു എന്ന് അവൾക്ക് മനസ്സിലായി. ഏതാനും നിമിഷങ്ങൾക്കകം അജ്ഞാതനായ ആ വ്യക്തി വീട്ടിൽ നിന്നും പുറത്തേക്കോടി വരികയും തടസ്സമായി നിർത്തിയിട്ടിരുന്ന കാർ മാറ്റിയിട്ടതിനു ശേഷം അയാളുടെ കാറെടുത്ത് അവിടെ നിന്നും വേഗത്തിൽ പോവുകയും ചെയ്തു. അയാളുടെ മുഖത്തും ദേഹത്തുമെല്ലാം ധാരാളം ചോര തെറിച്ചിരിക്കുന്ന കാഴ്ച ജീനറ്റിന്റെ വിഷമം വർദ്ധിപ്പിച്ചു. കാരണം അത് അവളുടെ അമ്മയുടെയും സഹോദരന്റെയും ചോരയാണ്. നിങ്ങൾ അവരെ കൊന്നുകളഞ്ഞോ എന്ന് ജീനറ്റ് ചോദിച്ചപ്പോൾ കിഡ്നാപ്പർ ഉറക്കെ ചിരിക്കുക മാത്രമാണ് ചെയ്തത്.
അവളുടെ വീട്ടിൽ നിന്നും കാർ അകന്നു പോകുന്തോറും ജീനറ്റ് ഉറക്കെ കരഞ്ഞുകൊണ്ട് പതിയെ വീട്ടിലേക്ക് തിരിഞ്ഞു നോക്കി. അപ്പോൾ കണ്ട കാഴ്ച അവൾക്ക് കുറച്ചെങ്കിലും ആശ്വാസം നൽകി. ജീനറ്റിന്റെ അമ്മയും സഹോദരനും ആ കാറിന് പുറകെ ഓടി വരുന്നുണ്ടായിരുന്നു. ദേഹം മുഴുവൻ ചോരയൊലിച്ചിറങ്ങുന്നുണ്ടെങ്കിലും അവർക്ക് ജീവനുണ്ടല്ലോ എന്നുള്ളതായിരുന്നു ജീനറ്റിന് ആശ്വാസം നൽകിയത്. അത് അവൾക്ക് നൽകിയ ആത്മവിശ്വാസം ചെറുതായിരുന്നില്ല. തുടർന്ന് അങ്ങോട്ട് ആ കുട്ടി ചെയ്ത പ്രവൃത്തികളെല്ലാം ആ ആത്മവിശ്വാസത്തിന്റെ ബലത്തിലായിരുന്നു. കാറിന് പുറകിലിരുന്ന ജീനറ്റ് ഗ്ലാസ് വിൻഡോയിലൂടെ പുറത്തുള്ള ആളുകളുടെ ശ്രദ്ധ പിടിച്ചുപറ്റാൻ പലതും ചെയ്തുകൊണ്ടേയിരുന്നു. ഇത് കണ്ട കിഡ്നാപ്പർ പെട്ടെന്ന് കാർ നിർത്തുകയും പോളിന്റെ കയ്യിൽ നിന്നും പിടിച്ചു വാങ്ങിയ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് അവളെ പലതവണ കുത്തി പരിക്കേൽപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം പുറത്തുള്ളവർ കാണാതിരിക്കാനായി അവളെ സീറ്റിൽ നിന്നും വലിച്ച് താഴെയിട്ടു. ഇതോടെ തനിക്കിനി രക്ഷപ്പെടാൻ കഴിയില്ല എന്നും അയാൾ തന്നെ ഉറപ്പായും കൊല്ലുമെന്നും ജീനറ്റിന് തോന്നാൻ തുടങ്ങി. ഇനി അയാൾ തന്നെ കൊല്ലുകയാണെങ്കിൽ അയാളെ ഉറപ്പായും പോലീസിനെ കൊണ്ട് പിടിപ്പിക്കണം. അതിനുവേണ്ടിയുള്ള ചിന്തകളായിരുന്നു ജീനറ്റിന്റെ മനസ്സിലൂടെ കടന്നുപോയിക്കൊണ്ടിരുന്നത്. ഇതേസമയം റോസ്ലിയെയും പോളും ചേർന്ന് പോലീസ് സ്റ്റേഷനിൽ വിളിച്ച് കാര്യം പറഞ്ഞു. ഉടനടി പോലീസ് സ്ഥലത്തെത്തുകയും അവരുടെ മൊഴിയെടുക്കുകയും ചെയ്തു. അതിനുശേഷം ഗുരുതരമായി പരിക്കേറ്റ അവരെ രണ്ടുപേരെയും ഹോസ്പിറ്റലിലേക്ക് മാറ്റിയതിനോടൊപ്പം തന്നെ സാൻഹോസെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ എല്ലാവരെയും അലേർട്ടാക്കി. ഹൈവേ പട്രോളിംഗ് വാഹനങ്ങൾ മുഴുവൻ കിഡ്നാപ്പറിന്റെ കാറ് കണ്ടെത്തുന്നതിനായി തലങ്ങും വിലങ്ങും പാഞ്ഞു. ഹെദർ റാൻഡൽ എന്ന ഡിറ്റക്റ്റീവിനായിരുന്നു ഈ കേസിന്റെ അന്വേഷണ ചുമതല. അദ്ദേഹം ജീനറ്റിന്റെ വീടിന്റെ പരിസരവാസികളുടെ വീടുകളിൽ വല്ല CCTV ക്യാമറകളുമുണ്ടോ എന്ന് പരിശോധിച്ചു. അതിലൊരു വീട്ടിൽ CCTV ക്യാമറയുണ്ടായിരുന്നു. അതിലെ ഫുട്ടേജുകൾ പരിശോധിച്ചപ്പോൾ കിഡ്നാപ്പർ ജീനറ്റ് എത്തുന്നതിന് അരമണിക്കൂർ മുൻപ് തന്നെ ആ വീട്ടിലെത്തിയിട്ടുണ്ട് എന്ന് കണ്ടെത്തി. ആ കാർ ഗ്യാരേജിനകത്ത് കൊണ്ട് നിർത്തുന്നതുവരെയുള്ള ഫുട്ടേജായിരുന്നു അതിലുള്ളത്. അതിനുശേഷം കാറിൽ നിന്നും പുറത്തിറങ്ങിയ കിഡ്നാപ്പർ വീടിന്റെ പുറകുവശത്തു കൂടി ചെന്ന് ജീനറ്റിന്റെ ബെഡ്റൂം വിൻഡോ തകർത്തായിരിക്കും അകത്ത് കയറിയത്. അതിനുശേഷം മുൻവാതിൽ അകത്തു നിന്നും തുറന്ന് വീണ്ടും കാറിനകത്ത് കയറി ഇരിക്കുകയായിരുന്നു. അതായത് ജീനറ്റ് എത്തുമ്പോൾ തന്നെ കിഡ്നാപ്പറിന്റെ കാർ ഗ്യാരേജിൽ കിടക്കുന്നുണ്ടായിരുന്നു. അവളത് ശ്രദ്ധിക്കാതെയാണ് വീടിനകത്തേക്ക് കയറിയത്. തുടർന്നായിരുന്നു ക്രൂരമായ പീഡനം നടന്നതും എല്ലാവരെയും ആക്രമിച്ച് അയാൾ ജീനറ്റുമായി കടന്നു കളഞ്ഞതും. എന്നാൽ ആ CCTV ഫുട്ടേജുകൾ അത്ര ക്ലാരിറ്റി ഇല്ലാത്തതിനാൽ കാറിന്റെ നമ്പർ കണ്ടെത്താനോ കിഡ്നാപ്പറിന്റെ ഫേസ് ഐഡന്റിഫൈ ചെയ്യാനോ കഴിഞ്ഞില്ല. സാൻ ഹോസെ സിറ്റി മുഴുവൻ പോലീസ് വാഹനങ്ങളെ കൊണ്ട് നിറഞ്ഞെങ്കിലും കിഡ്നാപ്പറിന്റെ കാർ ഏതാണെന്ന് മാത്രം ആർക്കും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇതേസമയം ജീനറ്റുമായി കിഡ്നാപ്പർ സഞ്ചരിച്ച വാഹനം ഒരു വലിയ വീടിന്റെ ഗ്യാരേജിൽ പോയി നിന്നു. അതിനുശേഷം കിഡ്നാപ്പർ ജീനറ്റിനെ കാറിൽ നിന്നും പുറത്തിറക്കി ആ വീട്ടിലെ സെക്കൻഡ് ഫ്ലോറിലുള്ള ഒരു മുറിയിൽ കൊണ്ടുപോയി പൂട്ടിയിട്ടു. ഒരു ജനാല മാത്രമുള്ള വളരെ ചെറിയൊരു മുറി. അതിനകത്തൊരു ബെഡും TVയുമായിരുന്നു ആകെ ഉണ്ടായിരുന്നത്. ഒരു ചെറിയ അറ്റാച്ച്ഡ് ബാത്റൂമുമുണ്ട്. അവിടുത്തെ ഒരു സിറ്റുവേഷൻ എല്ലാം വെച്ച് നോക്കുമ്പോൾ ആ കിഡ്നാപ്പറിന്റെ ആദ്യത്തെ ഇരയല്ല ജീനറ്റ്. മറ്റു പലരെയും അയാൾ ആ റൂമിൽ കൊണ്ടുവന്ന് പീഡിപ്പിച്ചിരിക്കാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. ഒരുപക്ഷെ അയാൾ ഒരു സീരിയൽ കില്ലറാണെങ്കിൽ കടത്തിക്കൊണ്ടുവരുന്ന വിക്ടിംസിനെയെല്ലാം ആവശ്യം കഴിഞ്ഞാൽ കൊന്നുതള്ളാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. പ്രതീക്ഷിച്ചതുപോലെ തന്നെ ഏതാനും മണിക്കൂറുകൾക്കകം ആ അജ്ഞാത മനുഷ്യൻ ആ റൂമിലേക്ക് കടന്നുവന്ന് ജീനറ്റിനെ വീണ്ടും റേപ്പ് ചെയ്തു. ഒരു ദിവസം തന്നെ ഒന്നിൽ കൂടുതൽ തവണ അയാൾ ആ പെൺകുട്ടിയെ ഉപദ്രവിച്ചു. ഓരോ തവണയും പീഡനത്തിന് ശേഷം അയാൾ അവളെ ബാത്റൂമിലേക്ക് കുളിക്കാനായി പറഞ്ഞയക്കും. പുറത്തു വന്നാൽ അയാൾ തന്നെ വീണ്ടും ഉപദ്രവിക്കുമല്ലോ എന്നുള്ള ഭയത്തിൽ വളരെ സമയമെടുത്തതിനു ശേഷമേ അവൾ ബാത്റൂമിൽ നിന്നും പുറത്തു വന്നിരുന്നുള്ളൂ. അങ്ങനെ ഒരു ദിവസം കടന്നുപോയി. അടുത്ത ദിവസം രാവിലെ കിഡ്നാപ്പർ ആ വീട്ടിലെ TV ഓൺ ചെയ്ത് ന്യൂസ് ചാനൽ വെച്ചു. കേസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകൾ അറിയാനായിരുന്നു അയാൾ ന്യൂസ് വെച്ചത്. ഈ സമയം ജീനറ്റിന്റെ അമ്മയെയും മറ്റുള്ള കസിൻസിനെയുമെല്ലാം TVയിൽ കാണിക്കുന്നുണ്ട്. റിപ്പോർട്ടർമാർ അവരോട് കാര്യങ്ങൾ ചോദിച്ചറിയുകയാണ്. ഈ സമയം അതിലൊരു കസിൻ പറഞ്ഞ കാര്യം ജീനറ്റിന്റെ ആത്മവിശ്വാസം ഇരട്ടിയാക്കി. ജീനറ്റ്, നീ തോറ്റുകൊടുക്കരുത്. ഞങ്ങളെല്ലാവരും നിന്നെ തിരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ഞങ്ങൾ നിന്റെ അടുത്തെത്തും. അതുവരെ നീ പിടിച്ചു നിൽക്കണം. ഇതായിരുന്നു ആ വാക്കുകൾ. അങ്ങനെ ഒരു ദിവസം കൂടി കഴിയാനായി. പീഡനങ്ങൾ തുടർന്നുകൊണ്ടേയിരുന്നു. ബുദ്ധിപരമായ ഒരു നീക്കം നടത്തിയില്ലെങ്കിൽ അയാളിൽ നിന്നും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് ജീനറ്റിന് മനസ്സിലായി. ഇതോടെയാണ് അയാളോട് സംസാരിക്കാനും അയാളുടെ വിശ്വാസം നേടിയെടുക്കാനും ജീനറ്റ് തീരുമാനിച്ചത്. ഓരോ നിമിഷവും തന്നോട് മോശമായി പെരുമാറുന്ന കിഡ്നാപ്പറിന്റെ മുഖത്ത് നോക്കാൻ പോലും അവൾക്ക് താല്പര്യമുണ്ടായിരുന്നില്ല. വേറെ നിവർത്തിയില്ലാതെയാണ് അവൾ സംസാരിച്ചു തുടങ്ങിയത്. നിങ്ങൾ എവിടെയുള്ള ആളാണ് എന്നായിരുന്നു അവളുടെ ആദ്യത്തെ ചോദ്യം. ഇത് കേട്ടതും അജ്ഞാതനായ ആ വ്യക്തി ഇരുന്ന സ്ഥലത്തു നിന്നും പെട്ടെന്ന് എഴുന്നേറ്റു. ആദ്യം സംശയത്തോടെ അവളെ ഒന്ന് തുറച്ചു നോക്കിയെങ്കിലും പിന്നീട് പതുക്കെ ചിരിച്ചു. അവളും അയാളെ നോക്കി ചിരിച്ചു.
എനിക്ക് വല്ലാതെ ദാഹിക്കുന്നു, വെള്ളം വേണമെന്ന് ജീനറ്റ് ആവശ്യപ്പെട്ടതും കിഡ്നാപ്പർ അവളുടെ കയ്യിലുള്ള വിലങ്ങഴിക്കുകയും താഴെ പോയി വെള്ളമെടുത്തു കുടിച്ചോളൂ എന്ന് പറയുകയും ചെയ്തു. സാധാരണ ജീനറ്റിന് എന്ത് വേണമെങ്കിലും അയാളായിരുന്നു താഴെ പോയി എടുത്തുകൊണ്ടുവന്നിരുന്നത്. അതുപോലെ ബാത്റൂമിലേക്ക് പോകുമ്പോഴല്ലാതെ ആ വിലങ്ങ് അഴിക്കാറുമില്ല. ഇതോടെ തന്നെ അയാൾക്ക് വിശ്വാസമായി തുടങ്ങിയെന്ന് ജീനറ്റിന് മനസ്സിലായി. അത് പരമാവധി മുതലെടുത്ത് രക്ഷപ്പെടാനുള്ള വഴി സ്വയം കണ്ടെത്താൻ അവൾ തീരുമാനിച്ചു. ഈ സമയത്താണ് ജീനറ്റ് മറ്റൊരു കാര്യം ശ്രദ്ധിച്ചത്. അവളുടെ കയ്യിലെ വിലങ്ങഴിക്കാൻ കിഡ്നാപ്പർ യാതൊരു കീയും ഉപയോഗിച്ചിരുന്നില്ല. ഒരു ബട്ടൺ പ്രസ് ചെയ്യുക മാത്രമാണ് ചെയ്തത്. നിലവിൽ ജീനറ്റ് താഴത്തെ നിലയിലും കിഡ്നാപ്പർ മുകളിലത്തെ നിലയിലുമാണുള്ളത്. പുറത്തേക്ക് ഓടി രക്ഷപ്പെടാനുള്ള സമയവും അവളുടെ കയ്യിലുണ്ട്. എന്നാൽ അത് റിസ്ക് ആണ് എന്ന് ചിന്തിച്ച ജീനറ്റ് ആ ശ്രമം ഉപേക്ഷിച്ചു. കാരണം പുറത്തെ സാഹചര്യം എന്താണെന്നോ ആളുകളുടെ അടുത്തെത്താൻ എവിടം വരെ ഓടണമെന്നോ ഒരു പിടിയുമില്ല. ഇതിനിടയിൽ കിഡ്നാപ്പറിന്റെ പിടിയിലായാൽ തന്നെ അയാൾ കൊന്നുകളയുമെന്ന് അവൾക്കുറപ്പാണ്. അതിനാൽ വെള്ളം കുടിച്ചതിനു ശേഷം ജീനറ്റ് മുകൾ നിലയിലെ റൂമിലേക്ക് തന്നെ തിരിച്ചുപോയി. അയാൾ വീണ്ടും അവളുടെ കൈകളിൽ വിലങ്ങിട്ടതിനു ശേഷം ആ വീട്ടിൽ നിന്നും പുറത്തേക്ക് പോയി. നിലവിൽ ജീനറ്റിന് വിലങ്ങഴിക്കാൻ അറിയാവുന്നതുകൊണ്ട് തന്നെ അവളത് അഴിച്ചു മാറ്റുകയും കിഡ്നാപ്പർ വീട്ടിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപായി അയാൾക്കെതിരായുള്ള തെളിവുകൾ കളക്ട് ചെയ്യാനും തീരുമാനിച്ചു. അതായത് എന്നെങ്കിലും പോലീസ് തന്നെ ജീവനോടെയോ അല്ലാതെയോ കണ്ടെത്തുകയാണെങ്കിൽ തന്നെ ഉപദ്രവിച്ച വ്യക്തി ആരാണെന്ന് പോലീസിന് പെട്ടെന്ന് മനസ്സിലാവണം. അതിനുവേണ്ടിയാണ് ജീനറ്റ് തെളിവുകൾ കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. കിഡ്നാപ്പറിന്റെ റിസ്റ്റ് വാച്ച്, DNA ലഭിക്കാൻ സാധ്യതയുള്ള വസ്തുക്കൾ, ഇങ്ങനെയുള്ള സാധനങ്ങളാണ് അവൾ ആ വീട്ടിൽ നിന്നും കളക്ട് ചെയ്യാൻ തുടങ്ങിയത്. ഇങ്ങനെ കളക്ട് ചെയ്ത തെളിവുകളെല്ലാം ജീനറ്റ് അവളുടെ ഇന്നർ വെയറിനകത്തിട്ട് സൂക്ഷിച്ചു. വെറും 9 വയസ്സുള്ള 4ാം ക്ലാസ്സുകാരിയായ ആ പെൺകുട്ടിക്ക് എങ്ങനെ ഈ രീതിയിലെല്ലാം ചിന്തിക്കാൻ കഴിയുന്നു? DNA വെച്ച് പ്രതിയെ എളുപ്പത്തിൽ കണ്ടെത്താൻ കഴിയുമെന്നെല്ലാം അവൾക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ അവിടെയാണ് ഇത്തരം ക്രൈം ഇൻവെസ്റ്റിഗേഷൻ ഡോക്യുമെന്ററികളുടെ പ്രാധാന്യം എത്രത്തോളമാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ജീനറ്റും അവളുടെ സഹോദരൻ പോളും TV-യിൽ സ്ഥിരമായി കാണുന്ന ഒരു പ്രോഗ്രാമാണ് CSI, ക്രൈം സീൻ ഇൻവെസ്റ്റിഗേഷൻ. അമേരിക്കയിൽ നടന്ന കൊലപാതകങ്ങളും അത് പോലീസ് തെളിയിച്ച രീതികളുമെല്ലാം ഒരു ഡോക്യുമെന്ററി രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു ഫേമസ് TV ഷോയാണ് CSI. ആ പ്രോഗ്രാം സ്ഥിരമായി കണ്ടതിലൂടെ പോലീസ് എങ്ങനെയാണ് കില്ലറിലേക്ക് എത്തുന്നത് എന്നെല്ലാം ജീനറ്റ് മനസ്സിലാക്കി വെച്ചിരുന്നു. മിക്ക കേസുകളിലും വിക്ടിംസിന്റെ ഇന്നർ വെയറിൽ നിന്നുമാണ് പോലീസ് കില്ലറിന്റെ DNA കണ്ടെത്തുന്നത്. അതിനാലും കൂടിയാണ് കിഡ്നാപ്പറിന്റെ DNA എവിഡൻസുകൾ തന്റെ ഇന്നർ വെയറിനകത്ത് വെക്കാൻ അവൾ തീരുമാനിച്ചത്. കുറച്ചു നേരം കഴിഞ്ഞതും കിഡ്നാപ്പർ ആ വീട്ടിലേക്ക് തിരിച്ചു വന്നു. അയാൾ കോണിപ്പടികൾ കയറി മുകളിലേക്ക് വരുന്ന ശബ്ദം കേട്ടതും ജീനറ്റ് ബെഡിൽ നിന്നും ചാടി എഴുന്നേറ്റ് വിലങ്ങെല്ലാം കയ്യിലിട്ട് ലോക്ക് ചെയ്ത് ഒന്നും അറിയാത്ത പോലെയിരുന്നു. ആ സമയം അയാൾ തന്നെ റേപ്പ് ചെയ്യുമോ എന്നുള്ള പേടിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. അങ്ങനെ മറ്റും ചെയ്താൽ താൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന തെളിവുകളെല്ലാം അയാൾ കാണും. അതിന്റെ ദേഷ്യത്തിൽ അയാൾ തന്നെ കൊലപ്പെടുത്താനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ ജീനറ്റ് ഭയപ്പെട്ടതുപോലെയൊന്നും നടന്നില്ല. ഡോർ തുറന്നു നോക്കിയ കിഡ്നാപ്പർ ജീനറ്റ് അകത്തുണ്ടോ എന്ന് മാത്രം പരിശോധിച്ച് അവളെ നോക്കി ചിരിച്ചതിനു ശേഷം അവിടെ നിന്നും പോയി. കിഡ്നാപ്പർ തന്നോട് ചെറിയ രീതിയിൽ അനുകമ്പ കാണിച്ചു തുടങ്ങിയെന്ന് അവൾക്ക് മനസ്സിലായി. അത് പരമാവധി പ്രയോജനപ്പെടുത്തി അവിടെ നിന്നും എത്രയും പെട്ടെന്ന് രക്ഷപ്പെടണം. അതായിരുന്നു ജീനറ്റിന്റെ തുടർന്നുള്ള ലക്ഷ്യം. ഒരു വിധത്തിൽ അവൾ ആ വീട് സ്ഥിതി ചെയ്യുന്ന സ്ഥലം ഏതാണെന്നും അഡ്രസ് എന്താണ് എന്നുമെല്ലാം മനസ്സിലാക്കി. ഇനി അത് പുറത്തുള്ള ആരെയെങ്കിലും അറിയിക്കണം. ജീനറ്റ് ഈ രീതിയിൽ ചിന്തിച്ചിരിക്കുമ്പോഴാണ് കിഡ്നാപ്പർ ഒരു ഓഫറുമായി മുന്നോട്ട് വന്നത്. നിനക്ക് വിശക്കുന്നുണ്ടെങ്കിൽ ഒരു പിസ്സ ഓർഡർ ചെയ്ത് കഴിച്ചോളൂ എന്നായിരുന്നു കിഡ്നാപ്പർ ജീനറ്റിനോട് പറഞ്ഞത്. സാൻഹോസയിലുള്ള ഒരു പിസ്സ ഷോപ്പിന്റെ നമ്പർ അയാൾ അവൾക്ക് കൊടുക്കുകയും ചെയ്തു. പുറമെയുള്ള ഒരാളെ കോണ്ടാക്ട് ചെയ്യുന്നതിനായി ജീനറ്റിന് ലഭിച്ച ആദ്യത്തെ അവസരമായിരുന്നു അത്. ആ വീട്ടിൽ ഒരു ടെലിഫോൺ ഉണ്ടായിരുന്നു എന്ന് പോലും അവൾക്ക് അപ്പോഴാണ് മനസ്സിലായത്. എന്നാൽ കിഡ്നാപ്പർ ആ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നതിനാൽ അവൾക്ക് ഓപ്പണായി കാര്യങ്ങൾ പറയാൻ കഴിയുമായിരുന്നില്ല. എന്നിരുന്നാലും ഏതെങ്കിലും തരത്തിൽ താൻ അപകടത്തിൽപ്പെട്ടിരിക്കുകയാണ് എന്ന് അറിയിക്കുന്നതിനായി അവൾ ആ പിസ്സ ഷോപ്പിലേക്ക് വിളിച്ചു. അപ്പോഴേക്കും ജൂൺ 8 കഴിഞ്ഞിരുന്നു. അതായത് ജീനറ്റ് കടത്തപ്പെട്ടിട്ട് 3ാമത്തെ ദിവസം. അവസാനം സാൻ ഹോസയിലുള്ള ലിറ്റിൽ സീസേഴ്സ് എന്ന പിസ്സ ഷോപ്പിലേക്ക് ഒരു ഫോൺ കോൾ വന്നു. അവിടുത്തെ കാഷ്യർ കോൾ അറ്റൻഡ് ചെയ്ത് സംസാരിച്ചു. ഒരു പെൺകുട്ടിയാണ് വിളിക്കുന്നത് എന്ന് അയാൾക്ക് മനസ്സിലായി. അവൾ വളരെ പേടിച്ചു വിറച്ച് തേങ്ങി തേങ്ങി കരയുന്ന രീതിയിലാണ് സംസാരിച്ചതും പിസ്സ ഓർഡർ ചെയ്തതും. എന്നാൽ കസ്റ്റമേഴ്സിനോട് വ്യക്തിപരമായ ഒരു കാര്യങ്ങളെക്കുറിച്ചും ചോദിക്കരുത് എന്നുള്ള കർശന നിർദ്ദേശമുണ്ടായിരുന്നതിനാൽ ആ കാഷ്യർ വിളിച്ച പെൺകുട്ടിയോട് ഒരു വാക്ക് പോലും ചോദിക്കാതെ ഓർഡർ എടുത്തതിനു ശേഷം കോൾ ഡിസ്കണക്ട് ചെയ്തു. അതിനുശേഷം ആ അഡ്രസ്സിലേക്ക് പിസ്സ കൊടുത്തയക്കുകയും ചെയ്തു. പോലീസ് നിർദ്ദേശപ്രകാരം ആ പിസ്സ ബോക്സിന് മുകളിൽ ഉൾപ്പെടെ ജീനറ്റിന്റെ മിസ്സിംഗ് പോസ്റ്റർ ഒട്ടിച്ചിരുന്നു.
ഏതാനും മിനിറ്റുകൾക്കകം ഒരു പിസ്സ ഡെലിവറി ബോയ് ആ വീട്ടിലെത്തുകയും പിസ്സ കൊടുത്തതിനു ശേഷം അവിടെ നിന്നും പോവുകയും ചെയ്തു. കിഡ്നാപ്പർ ആ പിസ്സ ജീനറ്റിന്റെ റൂമിൽ കൊണ്ട് കൊടുത്തതിനു ശേഷം അവളോട് ഞെട്ടിക്കുന്നൊരു കാര്യം പറഞ്ഞു. ഈ പിസ്സ നീ ആസ്വദിച്ചു കഴിച്ചോളൂ, കാരണം ഇതായിരിക്കും നിന്റെ അവസാനത്തെ ഭക്ഷണം. ഇത് കഴിച്ചു കഴിഞ്ഞ ഉടനെ നിന്നെ ഞാൻ കൊല്ലുമെന്നായിരുന്നു അയാളുടെ വെളിപ്പെടുത്തൽ. കിഡ്നാപ്പർ ഇത്രയും നേരം തന്നോട് കാണിച്ച അനുകമ്പ താൻ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നുള്ള കാര്യം മുൻകൂട്ടി അറിയാവുന്നതുകൊണ്ടാണ് എന്ന് ജീനറ്റിന് മനസ്സിലായി. ഇതോടെ അവൾ ആ പിസ്സ ജനാലയിലൂടെ പുറത്തേക്ക് വലിച്ചെറിഞ്ഞതിനു ശേഷം ആ പിസ്സ ബോക്സിനകത്ത് തന്റെ ഹെയർ സാമ്പിൾ, ഡ്രസ്സിന്റെ ഭാഗങ്ങൾ, ഹെയർ ക്ലിപ്സ് കൂടാതെ അവൾ കളക്ട് ചെയ്തു വെച്ചിട്ടുള്ള കില്ലറിനെതിരായിട്ടുള്ള തെളിവുകൾ എല്ലാം ഇട്ടതിനു ശേഷം ആ റൂമിലെ ബെഡിനടിയിൽ വെച്ചു. പിന്നീട് പോലീസ് തിരഞ്ഞെത്തിയാൽ ഈ വീട്ടിലാണ് തന്നെ അടച്ചിട്ടത് എന്ന് അറിയുന്നതിനു വേണ്ടിയാണ് അവൾ അങ്ങനെ ചെയ്തത്. കുറച്ചുനേരം കഴിഞ്ഞതും കില്ലർ ആ റൂമിനകത്ത് വന്നു. പെട്ടെന്നായിരുന്നു അയാൾ ജീനറ്റിനെ ബെഡിലേക്ക് തള്ളിയിട്ടതും ഒരു പില്ലോ അവളുടെ മുഖത്ത് അമർത്തിപ്പിടിച്ച് ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ ശ്രമിച്ചതും. കുറച്ചുനേരം ജീനറ്റ് അയാളോട് പൊരുതി നിൽക്കാൻ ശ്രമിച്ചു. ഒരു ഘട്ടത്തിൽ അവൾക്ക് ആ പില്ലോ തട്ടിമാറ്റാൻ കഴിഞ്ഞു. എന്നാലും കിഡ്നാപ്പർ അവളെ ബലമായി പിടിച്ചു വെച്ചിരുന്നു. താൻ കൊല്ലപ്പെടാൻ പോവുകയാണ് എന്നവൾ മനസ്സിലുറപ്പിച്ച സമയത്താണ് അയാൾ പെട്ടെന്ന് എഴുന്നേറ്റ് മാറിയതും ജീനറ്റിനോട് കുളിച്ച് റെഡിയാവാൻ ആവശ്യപ്പെട്ടതും. അയാൾ പറഞ്ഞതുപോലെ തന്നെ അവൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായി. അവളെയും കൊണ്ട് അയാൾ പുറത്തേക്ക് എവിടേക്കോ പോവാൻ തയ്യാറായി നിൽക്കുകയായിരുന്നു. കൊല്ലാൻ തന്നെയായിരിക്കുമെന്ന് ജീനറ്റ് മനസ്സിലുറപ്പിച്ചു. ഈ സമയത്താണ് ആ വീടിന്റെ കോളിംഗ് ബെല്ലടിക്കുന്ന ശബ്ദം കേൾക്കുന്നത്. പുറത്ത് ആരോ വന്നിരിക്കുന്നു. ജീനറ്റ് ഒരു നിമിഷം പോലും ആലോചിച്ച് നിൽക്കാതെ ഉറക്കെ കരഞ്ഞു നിലവിളിക്കാൻ തുടങ്ങി. കാരണം അവൾക്ക് രക്ഷപ്പെടാനുള്ള അവസാനത്തെ അവസരമായിരുന്നു അത്. പുറത്തു വന്നു നിൽക്കുന്നയാൾ തന്റെ ശബ്ദം കേൾക്കുമെന്നും തന്നെ രക്ഷിക്കും എന്നുമുള്ള പ്രതീക്ഷയിലാണ് അവൾ നിലവിളിച്ചത്. എന്നാൽ പെട്ടെന്ന് തന്നെ ആ കിഡ്നാപ്പർ ജീനറ്റിന്റെ വായ അടച്ചുപിടിച്ചു. കുറച്ചു നേരത്തിനകം ആ വീട്ടിലേക്ക് വന്ന വ്യക്തി തിരിച്ചു പോവുകയും ചെയ്തു. ദേഷ്യം വന്ന കിഡ്നാപ്പർ ജീനറ്റിനെ അയാളുടെ കാറിനകത്തേക്ക് കയറ്റി വേഗത്തിൽ അവിടെ നിന്നും പുറത്തേക്ക് പോയി. 30 മിനിറ്റോളം നീണ്ടുനിന്ന ഒരു യാത്രയായിരുന്നു അത്. ഈ സമയത്തെല്ലാം ജീനറ്റ് കാറിനകത്തിരുന്ന് നിലവിളിക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ പോയാൽ താൻ പിടിക്കപ്പെടുമെന്ന് ഉറപ്പായ കിഡ്നാപ്പർ ഹൈവേയോട് ചേർന്നുള്ള ഒരു ലിക്കർ സ്റ്റോറിന്റെ പാർക്കിംഗ് ലോട്ടിലേക്ക് കാർ കയറ്റിയതിനു ശേഷം ജീനറ്റിനെ പുറത്തേക്ക് തള്ളിയിട്ട് കാറുമായി അവിടെ നിന്നും വേഗത്തിൽ പോയി. താൻ രക്ഷപ്പെട്ടു എന്നുള്ള കാര്യം വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം നിശ്ചലമായി നിന്ന ജീനറ്റ് സമനില വീണ്ടെടുത്ത് ആ ലിക്കർ സ്റ്റോറിനകത്തേക്ക് ഓടിക്കയറി അവിടെയുള്ളവരോട് കാര്യം പറഞ്ഞു. പെട്ടെന്ന് തന്നെ ആ ലിക്കർ സ്റ്റോറിനകത്തുള്ള സ്റ്റാഫുകൾ 911 വിളിച്ച് വിവരമറിയിച്ചു. ഏതാനും നിമിഷങ്ങൾക്കകം സാൻ ഹോസെ പോലീസ് ഡിപ്പാർട്ട്മെന്റിലെ നിരവധി വാഹനങ്ങൾ ആ ലിക്കർ സ്റ്റോറിലേക്ക് കുതിച്ചെത്തി. പോലീസുകാരെ കണ്ടതും ആ പെൺകുട്ടി ഇരുന്ന സ്ഥലത്ത് നിന്നും എഴുന്നേറ്റ് അവരുടെ അടുത്തേക്ക് ഓടിച്ചെന്ന് തന്നെ കടത്തിക്കൊണ്ടുപോയവനെ ഉടനെ പിടിക്കണമെന്നും അതിനുള്ള എല്ലാ തെളിവുകളും തന്റെ കയ്യിലുണ്ട് എന്നും പറഞ്ഞ് അവളുടെ ഡ്രസ്സിനകത്ത് നിന്നും കിഡ്നാപ്പറിന്റെ ഓരോ സാധനങ്ങളായി പുറത്തെടുക്കാൻ തുടങ്ങി. ആ പെൺകുട്ടിയുടെ മനോധൈര്യവും ബുദ്ധിപരമായ നീക്കങ്ങളും കണ്ട് അന്തം വിട്ടുനിന്ന പോലീസുകാരോട് അവൾ ഒരു പേപ്പർ ആവശ്യപ്പെട്ടു. ചുരുങ്ങിയ സമയം കൊണ്ട് അവൾ ഒരു വീടിന്റെ ചിത്രം വരച്ചു. ഒപ്പം ആ വീടിന്റെ അഡ്രസ്സും കിഡ്നാപ്പറിന്റെ ഫോൺ നമ്പറും എഴുതി പോലീസുകാരുടെ കയ്യിൽ കൊടുത്തു. ഉടനടി അവിടെ ഉണ്ടായിരുന്ന പോലീസ് വാഹനങ്ങൾ ആ അഡ്രസ്സിലേക്ക് കുതിച്ചു. അതിലൊരു വാഹനത്തിൽ ജീനറ്റുമുണ്ടായിരുന്നു. 20 മിനിറ്റിനുള്ളിൽ അവർ ആ വീടിന് മുന്നിലെത്തി. പോലീസുകാർ ആയുധങ്ങളുമായി ആ വീടിനകത്തേക്ക് ഇരച്ചു കയറി ഒരാളെ പിടികൂടി പുറത്തെത്തിച്ചു. അയാൾ തന്നെയാണ് തന്നെ തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ചത് എന്ന് ജീനറ്റ് ടമായോ മൊഴി കൊടുത്തതോടെ പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തു. ആ കിഡ്നാപ്പറിന്റെ പേരായിരുന്നു ഡേവിഡ് മോണ്ടിയൽ ക്രൂസ്. 24 വയസ്സായിരുന്നു ആ കൊടും ക്രിമിനലിന്റെ പ്രായം. വീടിനകത്ത് ജീനറ്റിനെ അടച്ചിട്ട റൂമും ബെഡിനടിയിൽ പിസ്സ ബോക്സിലാക്കി അവൾ ഒളിപ്പിച്ചു വെച്ച തെളിവുകളുമെല്ലാം ജീനറ്റ് പോലീസുകാർക്ക് കാണിച്ചു കൊടുത്തു. പോലീസ് ആ തെളിവുകളെല്ലാം കളക്ട് ചെയ്തു. വീട്ടിൽ അതിക്രമിച്ചു കയറി മോഷണം നടത്തി, പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി തടവിൽ പാർപ്പിച്ച് റേപ്പ് ചെയ്തു തുടങ്ങിയ കുറ്റങ്ങൾ ചുമത്തിയാണ് പോലീസ് കേസെടുത്തത്. ഇതേസമയം ജീനറ്റിനെ പോലീസ് ഹോസ്പിറ്റലിലേക്ക് മാറ്റി. കാരണം 3 ദിവസത്തോളമാണ് ആ പെൺകുട്ടി കൊടിയ പീഡനങ്ങൾ നേരിട്ടത്. മാനസികമായും ശാരീരികമായും അവൾ ഒത്തിരി തളർന്നിരുന്നു. എന്നിരുന്നാലും 9ാം വയസ്സിൽ അവൾ കാണിച്ച മനക്കരുത്തിനെ പ്രശംസിക്കാതിരിക്കാൻ കഴിയില്ല. ഹോസ്പിറ്റലിലെത്തിയ ജീനറ്റിന്റെ അമ്മ റോസ്ലിയെയും സഹോദരൻ പോളും ചേർന്ന് അവളെ ചേർത്ത് പിടിച്ചപ്പോൾ തന്റെ അമ്മയ്ക്കും സഹോദരനുമേറ്റ പരുക്കിനെ കുറിച്ചോർത്താണ് അവൾ കൂടുതലായും വിഷമിച്ചത്. ഈ ഒരു സംഭവത്തിന് ശേഷം 6 വർഷത്തോളം ആണുങ്ങളുടെ മുഖത്ത് നോക്കാൻ പോലും അവൾ ഇഷ്ടപ്പെട്ടിരുന്നില്ല. അവൾക്കതിന് കഴിഞ്ഞിരുന്നില്ല എന്നുള്ളതാണ് സത്യം. നീണ്ട നാളത്തെ കൗൺസിലിങ്ങുകൾക്ക് ശേഷമാണ് ജീനറ്റ് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നത്. ഈ സംഭവം നടന്ന 12 വർഷങ്ങൾക്ക് ശേഷം ജീനറ്റ് ടമായോ നിരവധി ടെലിവിഷൻ ഷോകളിൽ വന്ന് ഈ കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞു. അങ്ങനെ ജീനറ്റ് തുറന്നു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ ഈ വീഡിയോയിലൂടെ വിവരിച്ചത്.
2003 അറസ്റ്റ് ചെയ്യപ്പെട്ട ഡേവിഡ് മോണ്ടിയൽ ക്രൂസിന്റെ വിചാരണ 2 വർഷം നീണ്ടുപോയി. 2005 കേസിലെ വിധി വന്നത്. 102 വർഷത്തെ ജയിൽ ശിക്ഷയാണ് ഡേവിഡ് മോണ്ടിയൽ ക്രൂസിന് കോടതി നൽകിയ ശിക്ഷ. ഈ കേസിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. പുതിയൊരു ഇൻവെസ്റ്റിഗേഷൻ സ്റ്റോറിയുമായി വീണ്ടും കാണാം. ബൈ.